യേശുവിൻ്റെ നാമത്തിൽ സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് മക്കൾ പറയുന്ന ഒരു വിഷയം, ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ മാതാപിതാക്കളാകാം, സഹോദരങ്ങളൊക്കെ ആകാം. അവരൊക്കെ രാത്രിയിൽ ഞങ്ങളെ വന്ന് വിളിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥകളുണ്ട് എന്ന് പലരും പറയാറുണ്ട്. മറ്റു ചിലർ പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരൻ മരിച്ചുപോയി, അല്ലെങ്കിൽ കൂട്ടുകാരി മരിച്ചുപോയി, അവരെൻ്റെ അടുക്കൽ വരുന്നുണ്ട്, അവരെന്നെ വന്ന് വിളിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ തിരുവചനം നോക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയാം, മരിച്ചുപോയവരും നിദ്രയിലാണ്ടുപോയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, അവർ നിന്നിടം പോലും ഓർമ്മയില്ലെന്നൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ വചനം പറയുകയാണ്, മരിച്ചുപോയവർക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയില്ല. അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്ന എപ്പോഴെന്നറിയാമോ? യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അന്ത്യനാളിൽ വിധിക്കായിട്ട് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനായി യേശു വരുമ്പോൾ ആ വിധിയുടെ നാളിൽ വരുവാൻ കഴിയും. അല്ലാതെ മരിച്ചുപോയ ഒരു വ്യക്തിക്ക് തിരിച്ചു വരുവാനോ വന്ന് നമ്മളെ വിളിക്കുവാനോ നമ്മൾ സന്ദർശിക്കുവാനോ യാതൊരു സാധ്യതയുമില്ലെന്ന് വിശുദ്ധ വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ മരിച്ചുപോയവർ തിരിച്ചു വരുമെന്ന് പറയുന്നത്? ഒരു ഭയപ്പെട്ട രാത്രിയിലായി കഴിഞ്ഞാൽ ഭയങ്കര പട്ടികളുടെ കൊരയിലും ഓരിയിടലൊക്കെയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനക്കാരനെ സമീപിച്ചപ്പോൾ ആ പ്രാർത്ഥനക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ വ്യക്തി വരുന്നത് കൊണ്ടാണ് ഈ പട്ടി കിടന്ന് ഓരിയിടുന്നത്, ആ വ്യക്തിയാണ് വരുന്നതെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അവരെന്നെ വിളിച്ചിട്ട് പറയുക, അവർക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അവർക്ക് ഭയമാണ്. ഞാൻ പറഞ്ഞു, വിശുദ്ധ വചനം പറയുന്നു, മരിച്ചുപോയവർ തിരിച്ചു വരുന്നില്ല. വിശിഷ്യ നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ വ്യക്തികളാകട്ടെ, അല്ലെങ്കിൽ അമ്മയാകട്ടെ, അപ്പനാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഇവരൊക്കെ വരുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനാണോ വരുന്നത്? ഒരിക്കലും വരുത്തില്ല. വന്നാൽ അവർ ഭയപ്പെടുത്തത്തില്ല. എന്നാൽ ഭയപ്പെടുത്തുന്ന ആരാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും ഭയപ്പെടുത്തുന്നില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ഒരു ധനവാനെയും ലാസറിനെയും കുറിച്ച് കാണുന്നുണ്ട്. അവിടെ ലാസർ മരിച്ചു, ദൂതന്മാർ വന്ന് അബ്രഹാമിൻ്റെ മടിത്തട്ടിലേക്ക് ലാസറിനെ കൊണ്ടുപോയെന്നും ധനവാൻ മരിച്ചു, അവനെ അടക്കപ്പെട്ടു എന്നും നമ്മൾ കാണുന്നു. അവൻ അടക്കപ്പെട്ടതിന് ശേഷം അതിന് 23-ാം തിരുവചനം പറയുന്നുണ്ട്, അവൻ നരകത്തിൽ തീജ്വാലയിൽ കിടന്ന് പീഡനമേൽക്കുമ്പോൾ അവൻ തല ഉയർത്തി നോക്കി അബ്രഹാമിൻ്റെ മടിത്തട്ടിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. ആ തീജ്വാലയിൽ കിടന്ന് പീഡനം അനുഭവിച്ചപ്പോൾ അവൻ അബ്രഹാമത്തോട് പറയുക, ലാസറിൻ്റെ വിരല് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവെന്ന് തണുപ്പിക്കാനായിട്ട് അയക്കണമേ. ധനവാൻ നരകത്തിൽ കടന്നുകൊണ്ട് പറയുന്നുണ്ട്. വളരെ വ്യക്തമായി അബ്രഹാം പറയുന്നുണ്ട്, ഇവിടുന്ന് നിൻ്റെ അടുക്കലേക്ക് വരാനോ അവിടുന്ന് നിനക്ക് ഞങ്ങളുടെ അടുക്കലേക്ക് വരുവാനോ സാധിക്കുകയില്ല. ഇത് വളരെ വ്യക്തമായ വചനം. ഇങ്ങനെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മരിച്ചവൻ തിരിച്ചു വരുന്നത്? എന്നാൽ ഈ മരിച്ചവർക്ക് നമ്മളെക്കുറിച്ച് ഓർമ്മയുണ്ടാകാം. ഈ നരകത്തിൽ കിടക്കുന്ന ധനവാൻ പോലും അവൻ്റെ കുടുംബത്തെ അവൻ ഓർക്കുന്നുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഈ യാതനയുടെ സ്ഥലം, ഈ പീഡനങ്ങളുടെ സ്ഥലത്ത് എൻ്റെ സഹോദരങ്ങൾ വരരുതെന്ന് അവൻ ആഗ്രഹമുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ പീഡനമേൽക്കുന്ന സ്ഥലത്ത് എൻ്റെ സഹോദരന്മാർ വരരുത്. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. കണ്ടോ, അവന് ഓർമ്മ ഉണ്ടോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. നീ അവരോട് ഈ ലാസറിനെ അയച്ചോട്ട് പറയണം, ഇവിടെ ഇങ്ങനെ അവസ്ഥകളുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് അവനോട് പറയാൻ ലാസറിനോട് പറഞ്ഞയക്കണമെന്ന് അബ്രഹാമത്തോട് ഈ ധനവാൻ പറയുന്നുണ്ട്. എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരട്ടോ എന്ന് അവൻ ചോദിക്കുന്നില്ല. അവിടെ വളരെ വ്യക്തമായിട്ട് അബ്രഹാം പറയുന്നുണ്ട്, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവർ പറയുന്ന വചനങ്ങൾ കേൾക്കട്ടെ. അപ്പോൾ ധനവാൻ പറയുന്നുണ്ട്, അബ്രഹാം പിതാവേ, അങ്ങനല്ല, നീ മരിച്ച ലാസർ ഉയർത്തവിടെ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അവൻ പറഞ്ഞു, ഇല്ല, മോശയും പ്രവാചകന്മാരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ ഒരുവൻ ചെന്ന് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞാലും അവർ വിശ്വസിക്കത്തില്ല. ഹല്ലേലൂയ.
എന്ന് വെച്ചാൽ മരിച്ചവർക്ക്, മരിച്ചുപോയവർ, നിദ്രയിലായിരിക്കുന്നവർ, കർത്താവിൻ്റെ സന്നദ്ധിയിൽ പല തലങ്ങളിലേക്ക് പോയിട്ടുള്ളവർക്കൊന്നും തിരിച്ചു വരുവാൻ കഴിയുകയില്ലെന്ന് വളരെ വ്യക്തമായി വചനം എഴുതിയിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ മരിച്ചവർ തിരിച്ചു വരുന്നത്? ഒരിക്കലും മരിച്ചവർ തിരിച്ചു വരുന്നില്ല. ഈ വ്യക്തികളല്ല സംസാരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ പലരുടെയും സ്വരം കേട്ടിട്ടുണ്ട്. പലരും മരിച്ചുപോയവരുടെ സ്വരത്തിലേക്ക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദൈവാത്മാവും അല്ല, മരിച്ച ആത്മാക്കളുമല്ല, മരിച്ചവരല്ല. പക്ഷെ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സിലൂടെയൊക്കെ നമ്മുടെ ക്യാമ്പിലൊക്കെ നമ്മൾ വരുമ്പോൾ കേൾക്കാൻ പറ്റും. ഈ മരിച്ചവർ ഒരിക്കലും വരുന്നില്ല. അതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികളാണുള്ളത്. വിശിഷ്യ വളരെ വ്യക്തമായി പറയാം, ദൈവാത്മാവോ ദൈവത്തിൻ്റെ ദൂതന്മാരോ സ്വർഗസൈന്യങ്ങളോ വന്നാൽ നമ്മളെ ഭയപ്പെടത്തില്ല. പക്ഷേ ഭയപ്പെടുത്തുന്നത് ആരാ? ഭയപ്പെടുത്തുന്നത് തിന്മയുടെ സ്വാധീനമുള്ള. അതുപോലെ നമ്മൾ കേൾക്കാറുണ്ട്, പല വിശുദ്ധന്മാർ ചിലവരുടെ വ്യക്തികളുടെ ശരീരത്തിലേക്ക് വന്നിട്ട് അവർ തുള്ളി നിന്ന് അവർ പ്രവചിക്കും. പക്ഷെ അതൊന്നും ദൈവാത്മാവിലല്ല. അതൊന്നും വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞു വരുന്നതൊന്നും അതൊന്നും ദൈവമല്ല. ദൈവമൊന്നും തുള്ളി പ്രവചിക്കുന്നതൊന്നുമല്ല. ദൈവം റിയലായിട്ട് സംസാരിക്കുന്നവനാ. ദൈവം തൻ്റെ ദാസന്മാരുടെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ പ്രവചിക്കാറുണ്ട്. അതല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെ ഉറഞ്ഞു തുള്ളി പ്രവചിക്കുന്നൊന്നും ദൈവാത്മാവിലല്ല. ദൈവാത്മാവിൽ അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവമല്ലെന്ന് വളരെ വ്യക്തമാണ്. ഒന്ന്, മരിച്ചുപോയവർ തിരിച്ചു വരാൻ പറ്റത്തില്ല, അവർ വന്ന് നിങ്ങളെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല. മറ്റൊന്ന്, മരിച്ചുപോയ വ്യക്തികളുടെ പേരിൽ വരുന്ന ദുരാത്മാക്കളുടെ, എന്ന് വെച്ചാൽ ഭൂതഗണങ്ങളെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതാണ് സംസാരിക്കുന്നത്, അതാണ് ഭയപ്പെടുത്തുന്നത്. നമ്മളെ ബന്ധനത്തെക്കുറിച്ചും ക്ലൈമിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്ന വ്യക്തികളാണെങ്കിൽ ഓരോ കുടുംബത്തിലുണ്ടാകുന്ന സ്പിരിറ്റിൻ്റെ സ്വാധീനമനുസരിച്ചായിരിക്കും അവരുടെ പിശാചിൻ്റെ പ്രവൃത്തികൾ വരുന്നത്. അല്ലാതെ മരിച്ചവരാരും വന്ന് നിങ്ങളെ അസഹ്യപ്പെടുത്തത്തില്ല സഹോദരങ്ങളെ. പ്രാർത്ഥനക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് ഈ പട്ടി ഇങ്ങനെ ഓരിയിടുകയും പട്ടി ഇങ്ങനെ കൂട്ടമായി നിന്ന് കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല. ആ കുടുംബം ഭയന്നിരുന്നതാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തോട് കുറച്ച് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അവർക്ക് ഭയമില്ല. ഇന്നങ്ങനെ പട്ടികുരയിലോ ഒരു അസഹ്യപ്പെടുത്തലോ ഇല്ല. അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, മരിച്ചവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുകയില്ലെന്ന വിശുദ്ധ വചനം നമുക്ക് വളരെ വ്യക്തമായി ലൂക്കാസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. ലാസർ നരകത്ത് കിടന്ന് പീഡനമേറ്റു. പക്ഷേ അവൻ ഇരിക്കുന്ന സ്ഥലം അവനറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുടുംബത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ലെന്ന് വളരെ വ്യക്തമായി വചനം എഴുതിയിരിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളിലേക്ക് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ കടന്നു പോകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം.